ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറാണ് ഉള്ളത്. അലോഷ്യസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടക്കേണ്ട സമയമാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ. പക്ഷേ രാവിലെ നമ്മളിപ്പോൾ കുറച്ച് സമയം ഇവിടെ പിടിച്ചിരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല, തീർച്ചയായിട്ടും വലിയ സന്തോഷം. അലോഷ്യസ്, എന്തായാലും ഏറ്റവും ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, വളരെ ശക്തമായി സമരമുഖത്താണ് KSU, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള സമരം. ആ സമരം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തി, അത് വേറൊരു തരത്തിൽ വിവാദമായി. അതിനുശേഷം ഇപ്പോൾ സമരം വീണ്ടും തുടരും ആരോഗ്യമന്ത്രി പുറത്തിറങ്ങുമ്പോൾ എന്നാണ് ഇന്നലെ അലോഷ്യസ് സേവ്യർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഏറെ ചർച്ചകൾക്ക് കാരണവുമായിട്ടുണ്ട്. അങ്ങനെ സമരം തുടരേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇപ്പോൾ? ശ്രീ ഹർഷൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മെറിറ്റുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൻ്റെ സമരം ഞങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന തരത്തിലേക്ക് ഞങ്ങൾ പറഞ്ഞത്. കാരണം വളരെ സമാധാനപരമായി ഞങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ട് ഈ ആരോഗ്യ മേഖല കഴിഞ്ഞ കുറേയേറെ നാളുകളിൽ നേരിടുന്ന ഈ പ്രതിസന്ധി നമുക്കെല്ലാം അറിയാവുന്ന വിഷയങ്ങളാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വലിയ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് തുടരെ കുറേയേറെ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ജനകീയ രോക്ഷമുണ്ടാവുക എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നതുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ സമരത്തെ വക്രീകരിക്കാനുള്ള മന്ത്രിയുടെ ശ്രമം ഉണ്ടാകുമ്പോൾ അത് ആദ്യഘട്ടത്തിൽ നമുക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാകുന്നൊരു പ്രതികരണമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. പിന്നീട് തുടരെ ആ വിഷയത്തെ ആവർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അടിവരയിട്ടുകൊണ്ട് അത് വലിയ രീതിയിലേക്കൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും വളരെ ഗൗരവകരമായി KSU മന്ത്രിയെ കയ്യേറ്റം ചെയ്തു എന്ന തരത്തിലേക്ക് മന്ത്രി ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭരിക്കുന്ന നാട്ടിലെ ഒരു ജനാധിപത്യ നാട്ടിലുള്ള ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മന്ത്രി ഇങ്ങനെ ആവർത്തിച്ച് കള്ളം പറയുമ്പോൾ ആ കള്ളം പൊതുജനത്തിൻ്റെ മുൻപിൽ തുറന്നു കാണിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രി തെറ്റുതിരുത്താൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന തരത്തിലേക്ക് ഒരു തീരുമാനം ഞങ്ങൾ എടുത്തത്. സ്വാഭാവികമായും ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എന്നതാണ് മന്ത്രിക്ക് മേൽ നമുക്കിപ്പോൾ ചുമത്താൻ കഴിയുക. അപ്പോൾ ആ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട മന്ത്രിക്കെതിരെ ആ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമ്പോൾ അത് വളരെ അഗ്രസീവ് ആവുന്ന ഒരു തലത്തിലേക്ക് മാറേണ്ട സാഹചര്യമുണ്ടോ? ശ്രീ ഹർഷൻ, ഞാൻ സൂചിപ്പിച്ചല്ലോ. കാരണം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ വിഷയം, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ഒരു വിഷയം വളരെ ലൈറ്റായി പോകേണ്ടിയിരുന്ന ഒരു പ്രദേശത്ത്. കാരണം സംസ്ഥാന വ്യാപകമായിട്ട് എത്രയേറെ മന്ത്രിമാർക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മറ്റ് പ്രശ്നങ്ങൾക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഇതിനെല്ലാം കരിങ്കൊടികൾ നടക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടാണ്. അത് ഏത് ഭരണകാലഘട്ടത്താണെങ്കിലും, അത് ഇടതുപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇത്തരത്തിലേക്കുള്ള സമരങ്ങളെല്ലാം ഉണ്ടാവുക, അതും പ്രത്യേകിച്ച് കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതായത് ഒരു കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായപ്പോൾ വളരെ ലൈറ്റായിട്ട് പോകേണ്ടിയിരുന്ന ഒരു കോളം വാർത്തയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ വാർത്തയിൽ ഒതുങ്ങേണ്ടിയിരുന്ന ഒരു വിഷയത്തെ അതിൻ്റെ പർവ്വതീകരിച്ചത് സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അതിൻ്റെ സാഹചര്യം നിങ്ങളെല്ലാം, കാരണം ആ വിഷയമുണ്ടാകുമ്പോൾ ചാനലുകളിൽ നിന്ന് നമ്മളെ ബന്ധപ്പെടുമ്പോൾ KSU പ്രവർത്തകർ മന്ത്രിയെ കയ്യേറ്റം ചെയ്തു, മന്ത്രിക്ക് പരിക്ക് പറ്റിയെന്ന് നമ്മൾ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ കേൾക്കുമ്പോൾ നമ്മളും വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഉടനെ തന്നെ അന്ന് മന്ത്രി കണ്ണൂർ ജില്ലയിലുണ്ട് എന്നതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു. നമ്മുടെ ഭാരവാഹികൾക്ക് നമ്മൾ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അതായത് സമരം ഏതറ്റം വരെ പോകണം, അതായത് ഒരു കയ്യേറ്റിൻ്റെ തലത്തിലേക്ക് പോകാതെ വളരെ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നമ്മൾ കണ്ണൂരിലെ ഭാരവാഹികൾക്ക് നൽകിയിരുന്നു. കാരണം ഞങ്ങൾക്ക് സൂചനയുണ്ടായിരുന്നു ഈ സമരത്തെ വക്രീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് മന്ത്രിക്ക് അനുകൂലമായിട്ടുള്ളൊരു സഹാനുഭൂതി സൃഷ്ടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു രക്തസാക്ഷി പരിവേഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രി തയ്യാറാകും എന്ന് ഞങ്ങൾക്ക് സൂചന ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കണ്ണൂരിലെ സഹപ്രവർത്തകർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. യാതൊരു രീതിയിലേക്കും കയ്യേറ്റത്തിൻ്റെ തലങ്ങളിലേക്ക് ഈ സമരം പോകരുതെന്ന്. അവർ അക്ഷരം പ്രതി വളരെ മന്ത്രിയുടെ അടുത്ത് എത്തുന്നു, അവർ കരിങ്കൊടി പ്രതിഷേധം കാണിക്കുന്നു. അങ്ങനെ തീരേണ്ടിയിരുന്ന ഒരു വിഷയത്തെ മന്ത്രിയെ കയ്യേറ്റം ചെയ്തു എന്ന തരത്തിലേക്ക് വരുന്നു. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. ഫസ്റ്റ് ഇൻസ്റ്റൻറ്റിൽ ആ ഒരു പ്രതികരണം നമുക്ക് സ്വാഭാവികമായിട്ടും ആക്രമണത്തിന് അല്ലെങ്കിൽ സമരമുണ്ടായതിനു ശേഷം അത്തരത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. തുടരെ ഈ മാധ്യമങ്ങളെല്ലാം, നിങ്ങളിപ്പോൾ ന്യൂസ് മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളുടെ എല്ലാം വിഷ്വലുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, മറ്റ് പുറമേ നിന്നുള്ള ആളുകൾ പ്രൊഡ്യൂസ് ചെയ്ത വിഷ്വലുകളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന ഒരു തരത്തിലേക്കുണ്ടോ?
എന്നിട്ട് ഈ വിഷയം കഴിഞ്ഞിട്ട് 4-5 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷവും മന്ത്രി തൻ്റെ ആ വാദഗതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം മനുഷ്യരാണ്, തെറ്റ് പറ്റാം, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഇത് പറ്റാം. അത് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, കേസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു വിഷയമുള്ളൂ. അപ്പോൾ മന്ത്രി അത്ര ഗൗരവത്തോടുകൂടി ആ വിഷയം എടുക്കുമ്പോൾ ഞങ്ങളുടെ KSUവിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 5ഓളം സഹപ്രവർത്തകർ ഇന്ന് 6ാം ദിവസം അവർ ജയിലിൽ കിടക്കുകയാണ്. ഞാൻ ഇന്നലെ കണ്ണൂർ ജയിലിൽ അവരെ സന്ദർശിച്ചതിന് ശേഷമാണ് കടന്നു വന്നത്. അതിനുശേഷം ഞാൻ നേരെ പോയത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ട് നമ്മുടെ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലൻ്റെ വീട്ടിലേക്ക് ബോംബ് എറിയുന്ന സാഹചര്യമുണ്ടായി. വലിയ രീതിയിലേക്ക് അച്ഛനും അമ്മയും മാത്രം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു ഭയചകിതരായിട്ട് അവരിയ്ക്കുന്ന ഒരു സാഹചര്യം. അതിൻ്റെ തൊട്ടപ്പുറം ഞങ്ങൾ വടകരയിൽ ഞങ്ങളുടെ KSUവിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് കാർത്തിക്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പറയുന്ന റീത്ത് അച്ഛനെയും മകനെയും വകവരുത്തുമെന്ന തരത്തിലേക്കുള്ള റീത്തുകൾ വയ്ക്കുന്നു. അങ്ങനെ സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിൽ കാലുഷ്യത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ടത് ഈ മന്ത്രിയുടെ ഈ വാദഗതികളാണ്. പൊള്ളയായിട്ടുള്ള, തെറ്റായിട്ടുള്ള, വ്യാജമായിട്ടുള്ള വാദഗതികളാണ്. അപ്പോൾ അത് തിരുത്താൻ ഇനിയെങ്കിലും അതിനകത്ത് ഒരു രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ. കാരണം ഇപ്പോൾ ഇതിനു മുമ്പ് വളരെ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്ന തരത്തിലായിരിക്കരുത് പ്രതിഷേധം എന്ന് KSU നേതൃത്വം അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മളിവിടെ കേൾക്കുന്നുണ്ട്, നമ്മൾക്ക് ദൃശ്യങ്ങളിലുണ്ട്, വളരെ അഗ്രസീവായ ഭാഷയിൽ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു വനിതയോട്, വനിതാ മന്ത്രിയോട് എന്നുള്ളത് വേണ്ട, വനിതയെ ആ നിലയ്ക്ക് പരാമർശിക്കാൻ പാടില്ലാത്ത തരത്തിൽ തന്നെ പരാമർശിച്ചുകൊണ്ടാണ് നീ വയനാട്ടിലേക്ക് വരുമ്പോൾ കാണിച്ചു തരാമെന്നും നിൻ്റെ ഈ ബ്യൂട്ടി പാർലറിൽ പോയി വെളുപ്പിച്ചിരിക്കുന്ന മുഖം കറപ്പിച്ച് കാണിച്ചു തരാം, വെയിലത്ത് നിർത്തും എന്നൊക്കെ പറഞ്ഞുള്ള പ്രസംഗങ്ങൾ, യൂത്ത് കോൺഗ്രസ് നേതാവാണ്, KSUവിൻ്റെ അല്ല, ഒക്കെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ തലേന്ന് തന്നെ കേൾക്കുകയാണ്. അപ്പോൾ ഇതായിരിക്കും ഈ സമരത്തിൻ്റെ സ്വഭാവം എന്ന് അവരും കരുതിയിട്ടുണ്ടാവണം. മാത്രമല്ല ഈ വളരെ പെട്ടെന്നുള്ള അവർ വീട്ടിലേക്ക് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള യാത്രയിലാണല്ലോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അത്തരം ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഒന്ന് അമ്പരന്നിട്ടുണ്ടാവും എന്ന കാര്യത്തിലും സംശയമില്ല. നമുക്ക് ഏറ്റവും ഒടുവിൽ നമ്മുടെ ദൃശ്യങ്ങളിലെല്ലാം കാണാം, KSU പ്രവർത്തകർ കയ്യേറ്റം ചെയ്തിട്ടില്ല വീണ ജോർജിനെ, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ സംഘർഷത്തിലാണ് അവരുടെ താടിക്ക് തട്ടുന്ന ഒരു ദൃശ്യം വരുന്നത്. അവരുടെ ഗൺമാൻ്റെ കൈ തന്നെയാണ് എന്ന് പറയുന്നു. തട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാൻ ഇനി കൂടുതൽ കൃത്യമായി പരിശോധിക്കണമെങ്കിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് പറയുന്നു. എന്തായാലും ആ ഒരു ദൃശ്യം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഒരു KSUവിൻ്റെ സംഘർഷത്തിലുണ്ടായ പരുക്ക് എന്ന നിലയ്ക്ക് തന്നെ അത് സ്ഥാപിക്കപ്പെടും എന്നുള്ളത് ഉറപ്പല്ലേ? അല്ല ശ്രീഹർഷൻ, അതിലൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ സംസ്ഥാന വ്യാപകമായിട്ട് ഞാനത് സൂചിപ്പിച്ചല്ലോ, ആരോഗ്യ മേഖലയിലെ ഈ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലേക്ക് ഒരു പ്രതിഷേധം രൂപപ്പെടുന്നത്? നമുക്കറിയാം, കേരളത്തിലെ എത്രയോ തുടരെ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിപ്പോൾ ഈ ഹർഷനയുടെ വിഷയത്തിലായിക്കൊള്ളട്ടെ, ഉഷ ജോസഫിൻ്റെ വിഷയത്തിലായിക്കൊള്ളട്ടെ, ഈ പറയുന്ന പാലക്കാട് ഒരു വിനോദിനി എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ് അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം വരുന്നൊരു സാഹചര്യം. അങ്ങനെ തുടരെ മെഡിക്കൽ നെഗ്ലിജൻസ് കേരളത്തിൻ്റെ സർക്കാർ ആശുപത്രി സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുമ്പോൾ അതിനെ ലാഘവ ബുദ്ധിയോടെ കാണുകയല്ല ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. അത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി സത്വരമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല തകർന്നിട്ടില്ല എന്ന് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം. അതിന് എത്രയോ മാർഗങ്ങളുണ്ട്. കാലാകാലങ്ങളായിട്ട് ഈ നാട്ടിലെല്ലാം സർക്കാരുകളുണ്ടല്ലോ. ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും തുടരെ ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി, ഇത് ഒരു വാശിയോട് കൂടിയിട്ട് മന്ത്രി മുന്നോട്ട് പോകേണ്ട സാഹചര്യമൊന്നുമില്ല. ഈ നാട്ടിൽ ഭരണപക്ഷം അതേപോലെ തന്നെ പ്രതിപക്ഷ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നമുക്ക് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ആ വിഷയത്തെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ ഇവിടെ നടക്കുന്ന വിഷയം എന്താണ്? ഇതിൻ്റെ ഈ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലേക്കുള്ള PR എക്സർസൈസുകൾ നടത്തുന്നു എന്നതിനപ്പുറം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയോ മറ്റ് ആളുകളെയോ ഒന്നും വിശ്വാസത്തിലെടുക്കാത്ത തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മുഖം മിനുക്കേണ്ടുന്നതല്ലല്ലോ വേണ്ടത്. നമുക്ക് ആത്യന്തികമായി ഇതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തി ആ വിഷയത്തെ പരിഹരിക്കുകയാണല്ലോ വേണ്ടത്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മന്ത്രി വീണ ജോർജിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഞാൻ പറയട്ടെ, ഈ മന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടാവുക സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമാണ്. അദ്ദേഹം വീണ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു പ്രതിഷേധമല്ല അവിടെ രേഖപ്പെടുത്തുന്നത്, മറിച്ച് ഈ സർക്കാർ സംവിധാനങ്ങൾക്കുണ്ടാകുന്ന പാളിച്ച അല്ലെങ്കിൽ പരാജയത്തിനെതിരെയാണ് പ്രതിഷേധം. അപ്പോൾ അതിനെ ഒരു തന്മയത്വത്തോടു കൂടി അല്ലെങ്കിൽ അതിനെ ഒരു കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് പത്തനംതിട്ടയിൽ പ്രതിഷേധമുണ്ടാകുമ്പോൾ മന്ത്രി അങ്ങ്
എന്താ പറയുക, വലിയ അഗ്രസീവായിട്ട് സമരക്കാർക്കെതിരെ ഞാനിവിടെ ഉണ്ട്, എന്നെ കൈകാര്യം ചെയ്യേ എന്ന തരത്തിലേക്ക് പോകുമ്പോൾ അത് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? അല്ല, അത് തന്നെയല്ലേ ഈ യൂത്ത് പറയുന്ന സമരത്തിന്റെ ഒരു കണ്ണൂർ പശ്ചാത്തലത്തിൽ കൂടിയല്ലേ? കാരണം സാധാരണ ഒരു രീതിക്കപ്പുറം വിട്ട് അവരുടെ വീടിൻ്റെ മുറ്റത്തെത്തി ആ വാതിൽ ഈ പറഞ്ഞതുപോലെ എന്താണ് റീത്ത് വെക്കുന്ന തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് ഉണ്ടാകുന്ന ഈ റീത്ത് വെപ്പുകളും ഈ പ്രശ്നങ്ങളുമൊക്കെ. മാത്രമല്ല, അതിൻ്റെ അടുത്ത ദിവസമാണ് വളരെ രോഷത്തോടെ മന്ത്രി പ്രതികരണവുമായി സമരക്കാർക്ക് നേരെ വരുന്നതും. അപ്പോൾ അതും അസ്വാഭാവികമായ ഒരു സമര രീതിയാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ ആ സമര രീതിയെ ആ ഘട്ടത്തിൽ തള്ളിപ്പറയുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സമരം ഒരു ഘട്ടത്തിൽ കൈവിട്ടു പോയിട്ടുണ്ട് എന്നുള്ള തോന്നൽ അലോഷ്യസിനില്ലേ? അല്ല ശ്രീ ഹർഷൻ, ഞാൻ പറയുന്ന നമ്മൾ ഈ സമരങ്ങൾ വരുമ്പോൾ സമരം സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ഒരു യുവജന വിദ്യാർത്ഥി സംഘടനകൾ സമരം നടത്തുമ്പോൾ അത് പല ഘട്ടത്തിലും ചിലപ്പോൾ അത് വൈകാരികമാകാം. ആ വൈകാരികത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ജനവികാരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോഴാണ്, അവരുടെ കണ്ണീരുകളെ നമ്മൾ ഒപ്പുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, തുടരെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ നാട്ടിൽ നീതി ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് മാന്യമായിട്ടുള്ള രീതിയിലേക്ക് ആരോഗ്യ മേഖലയിൽ അവർക്ക് പരിരക്ഷ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അതായത് ഞാൻ ചോദിക്കട്ടെ, ഈ ഉഷ ജോസഫ് എന്ന് പറയുന്ന ഒരു സ്ത്രീ വയറ്റിൽ കത്രിക കുടുങ്ങിയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവരൊരു ഫർദർ സർജറിക്ക് ഈ പറയുന്ന മെഡിക്കൽ കോളേജിലേക്ക് പോകാം അല്ലെങ്കിൽ വിടാമെന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് എനിക്ക് ഭയമാണ്. അതൊരു സാധാരണക്കാരായിട്ടുള്ള ഈ നാട്ടിലുള്ള ആളുകളുടെ ഒരു പ്രതിഫലനമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന വലിയ രീതിയിലേക്കുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഈ സർക്കാർ നവംബർ 1-ാം തീയതി നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ നാട്ടിലെ അത് ഒരു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് എങ്കിൽ നമുക്ക് നല്ല കാര്യം, നമുക്കെല്ലാം അഭിമാനിക്കാം, കാരണം നമ്മുടെ സംസ്ഥാനം എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ്? ഇതൊരു PR എക്സർസൈസ്. ഈ സർക്കാർ PR-ന് വേണ്ടി നിലകൊള്ളുന്നു എന്ന തരത്തിലേക്ക് ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. ഈ നാട്ടിലെ അത്താഴ പ്രശ്നക്കാരായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള കൂലി തൊഴിലാളികൾ, ഓട്ടോ ഡ്രൈവർമാർ, അല്ലെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുന്നു, ദിനം പ്രതി തങ്ങളുടെ ദിവസത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, അവർക്ക് ഈ നാട്ടിലെ ആരോഗ്യ മേഖലയിൽ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തെ വീണ്ടെടുക്കുകയല്ലേ ഈ സർക്കാർ ചെയ്യേണ്ടത്? മറിച്ച് അവിടെ കുറെ PR എക്സസൈസ് കൊണ്ട് കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പ്രതിഷേധങ്ങൾ പല പാരമ്യത്തിലേക്ക്, പല തലങ്ങളിലേക്ക് പോകും. തീർച്ചയായും അങ്ങനെ. അതുകൊണ്ട് തന്നെ സമരമുഖത്തേക്ക് സജീവമായി ഇറങ്ങേണ്ട ബാധ്യത പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ KSUവിനുണ്ട്. ആ ചുമതല നിർവഹിക്കുന്നു എന്നും. പക്ഷേ അതോടൊപ്പം ചേർത്ത് 1-2 കാര്യങ്ങൾ കൂടി എനിക്ക് ചോദിക്കാണ്ടായിരുന്നു. സമയപരിമിതി കൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് ചോദിച്ച് തീർക്കുകയാണ്. വേറൊന്നുമല്ല, തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. KSUവിൻ്റെ പ്രാതിനിധ്യം ഏത് തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിൽ ഉറപ്പിക്കുക എന്നുള്ളത് തീർച്ചയായും അറിയാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മൾ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷാഫി പറമ്പിലടക്കം ഇങ്ങനെ ധാരാളം നേതാക്കന്മാരെ നമ്മൾ KSUവിൽ, അല്ലെങ്കിൽ വിഷ്ണുനാഥിനെ ഒക്കെ നമ്മൾ KSUവിൽ നിന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തേക്കും പിന്നീട് സജീവമായി ആ പ്രോസസ്സിലേക്കുമൊക്കെ കടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് അലോഷ്യസ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? ഇത്തവണ അലോഷ്യസ് മത്സരരംഗത്തുണ്ടാവുമോ? KSUവിന് എത്ര പ്രാതിനിധ്യം കോൺഗ്രസ് തരും? അല്ല, ഇതിൽ അലോഷ്യസ് സേവർ മത്സരിക്കുമോ എന്നതല്ല ഇതിൽ മെയിനായിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം. കാരണം KSUക്കാർക്ക് ന്യായമായിട്ടുള്ള പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. കാരണം കഴിഞ്ഞ 9.25 അല്ലെങ്കിൽ 10 വർഷക്കാലം കേരളത്തിൻ്റെ തെരുവീതികളിൽ വലിയ രീതിയിലേക്ക് സമര പോരാട്ടങ്ങൾ നടത്തി. അത് സമരമെങ്കിൽ സമരം, ക്യാമ്പസുകളിൽ തെരഞ്ഞെടുപ്പ് വിജയമെങ്കിൽ വിജയം, എല്ലാ വിധത്തിലും ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന നമ്മുടെ കോൺഗ്രസ് നേതൃത്വത്തിന് അതിനെപ്പറ്റി എല്ലാം ധാരണയുണ്ട്. നമ്മൾ കോൺഗ്രസ് നേതൃത്വമായിട്ട് നിരന്തരം നമ്മൾ സംസാരിക്കുന്നുണ്ട്. KSUവിന് മതിയായിട്ടുള്ള രീതിയിലേക്കുള്ള പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതിലൊരു വെരി ഗുഡ് നമ്പർ ഓഫ് ആളുകൾ കഴിഞ്ഞ തവണത്തെക്കാളും താരതമ്യപ്പെടുത്തി അതിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് ആളുകൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകും. അതും ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പാർട്ടി അവസരം നൽകുകയാണെങ്കിൽ ഞങ്ങൾ വിജയിച്ചു കയറുമെന്ന് കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഈ പറയുന്ന സിറ്റിംഗ് സീറ്റുകളല്ലാത്ത വർഷങ്ങളായിട്ട് 15, 20, 25 വർഷമായിട്ട് LDFിൻ്റെ കയ്യിലിരിക്കുന്ന സീറ്റുകളിൽ മത്സരിക്കാൻ പാർട്ടി അവസരം നൽകിയാൽ ആ സീറ്റുകളെല്ലാം പിടിച്ചെടുക്കുമെന്നൊരു കോൺഫിഡൻസ് ഞങ്ങൾ നേതൃത്വത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. നേതൃത്വം അതിൽ കൺവിൻസ്ഡ് ആണെന്നത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നല്ലൊരു പ്രാതിനിധ്യം ഇത്തവണ KSUക്കാർക്ക് ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. തീർച്ചയായും അലോഷ്യസ്, നമ്മൾ നാട്ടുകാരാണ്. ഈ സമരവും പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ട്, കണ്ണൂരും തിരുവനന്തപുരമുള്ള ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ മല കയറുമോ?
അല്ല, സ്വാഭാവികമായിട്ടും നമ്മുടെ അസ്തിത്വം നിലകൊള്ളുന്നത് ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള ജനിച്ച് നമ്മുടെ സ്കൂളിങ്ങും മറ്റ് വിദ്യാഭ്യാസ കാലഘട്ടവും എല്ലാം നിൽക്കുന്ന നമ്മുടെ അസ്തിത്വം നിലനിൽക്കുന്നത് ഇടുക്കി ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പാർട്ടിക്ക് അത്തരത്തിലേക്കുള്ള ഒരു തീരുമാനമുണ്ട് എങ്കിൽ പാർട്ടി ഗൗരവകരമായി ഇതിനെപ്പറ്റി എല്ലാം പഠിക്കുന്നുണ്ടല്ലോ. അത്തരത്തിലേക്കുള്ള തീരുമാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സാഹചര്യം ഒത്തുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാം പിന്നെ പാർട്ടി നേതൃത്വമാണ് ആത്യന്തികമായിട്ട് തീരുമാനിക്കേണ്ടത്. അതിൽ നമ്മളൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. തീർച്ചയായും അടിമാലിക്കാരനാണ് അലോഷ്യസ് സേവ്യർ. അപ്പോൾ അലോഷ്യസ് പറഞ്ഞതുപോലെ ദീർഘകാലമായി ഇടതുമുന്നണി കൈവശം വെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ അവിടെയുണ്ട്. എന്നാൽ അത് അങ്ങനെ ഇടതുമുന്നണിയുടെ മാത്രം മണ്ഡലങ്ങളായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. ഞാൻ ആ സാധ്യതകളെല്ലാം മനസ്സിലിട്ടുകൊണ്ട് തന്നെയാണ് അത് ചോദിച്ചത്. എന്തായാലും നന്ദി, രാവിലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന്. ഓക്കെ, താങ്ക് യു ശ്രീഹർഷൻ.